അസ്സാം വലൈക്കും, നമസ്കാരം. ഈ ലിങ്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇത് ഇത്രമാത്രം ഉപകാരമാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു സിംഗിൾ പ്രോംപ്റ്റിൽ ഈ സൈറ്റ് നിർമ്മിച്ചതെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി. മുമ്പ് ഇതുപോലൊരു ഡെമോ ചെയ്ത സമയത്ത് ഗ്രൂപ്പിലെ ഒരു മുതിർന്ന ചിന്തകൻ എൻ്റെ സംസാരത്തിൽ, എൻ്റെ എന്നല്ല പൊതുവെ പുതുതലമുറയുടെ മലയാള ഭാഷയിൽ ആംഗലേയ വാക്കുകളുടെ അതിപ്രസരം അദ്ദേഹത്തിൽ വേദനയുളവാക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തെയും മാതൃഭാഷ മലയാളത്തെയും മലയാളത്തോടുമുള്ള ബഹുമാനാർത്ഥം ഈ വീഡിയോയിൽ പരമാവധി മലയാളമായും ഇംഗ്ലീഷായിട്ടും സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം. എത്രമാത്രം വിജയകരമാവുമെന്ന് അല്ലാഹു അലം. സാപ്പിയൻസിൻ്റെ സമ്മറി. So let's understand that it's hard to continue in that way of speaking, but തുടരാം. ആദ്യ വെബ്സൈറ്റിൻ്റെ നിർമ്മാണത്തിന് ഞാൻ ഉപയോഗിച്ച പ്രോംപ്റ്റാണ് ഈ കാണുന്നത്. അതിനുശേഷം ജെൻസ്പാർക്ക് AI മറ്റുള്ള ജോലികൾ മുഴുവൻ സ്വയം ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പുസ്തകം, ഇതിൻ്റെ തുടർച്ചയായിട്ട് എഴുതിയ പുസ്തകമായിട്ടുള്ള ഹോമോ ദേവ്സ് എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നിർമ്മിക്കുന്നതിനായിട്ട് ഒരു പ്രോംപ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രോംപ്റ്റും തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊരു വിജയകരമായിട്ടുള്ള പദ്ധതി ആയതിനാൽ അത് തന്നെ ഈ സെയിം ഫോമാറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് ഈ കാണുന്നത്. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ എത്ര സമയമെടുക്കുമെന്നും എത്ര ക്രെഡിറ്റ് ഉപയോഗിക്കുമെന്നും നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ ഉള്ളത് 8402 ക്രെഡിറ്റ്സുകളാണ്. വെബ്സൈറ്റ് നിർമ്മിച്ചതിന് ശേഷം അത് എത്രയാവുമെന്ന് നമുക്ക് നോക്കാം. കാരണം ജെൻസ്പാർക്ക് AI ഒരു മാസത്തിൽ 10,000 ക്രെഡിറ്റ്സാണ് തരുന്നത്. ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സാപ്പിയൻസ് എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും പരിശോധിക്കാം. Anyway, let's start the process by clicking Bismillah. So prompt is bigger. Let's see if it works. Oh, it's also bigger. പ്രോംപ്റ്റ് റൺ ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ. മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മലയാളം എന്നുള്ള ഭാഷ തന്നെ തമിഴിൽ അല്ലെങ്കിൽ പഴയകാല തമിഴിൽ സംസ്കൃതം
ഒരു വലിയ സംസാര ഭാഷയാവുകയും തമിഴിൽ സംസ്കൃത ഭാഷയുടെ അതിപ്രസരമുണ്ടായതാണ് മലയാളം എന്ന് പറയേണ്ടി വരും. അപ്പോൾ മലയാള ഭാഷയിൽ മറ്റൊരു ആര്യഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് ഇത്രമാത്രം കൂടിച്ചേർന്നാൽ മറ്റൊരു ഭാഷയായി മാറുമോ 1000 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ജെൻസ്പാർക്ക് AI ഒരു സൂപ്പർ ഏജൻ്റാണ്, ഒരു LLM ലാർജ് ലാംഗ്വേജ് മോഡലല്ല. ChatGPT, ജെമിനി പോലെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെൻസ്പാർക്ക് AI കഴിഞ്ഞ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ക്ലൗഡി എന്ന ലാർജ് ലാംഗ്വേജ് മോഡലായിരുന്നു. ഇപ്രാവശ്യം ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ക്ലൗഡ് ആണ്. In the meantime, let's see the website. ഇതുപോലെ തന്നെയുള്ളൊരു സിംഗിൾ പ്രോംപ്റ്റിൽ ജെൻസ്പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാപ്പിയൻസ് എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ചുരുക്കം ആണ് നമ്മളീ കാണുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ആരാണ് മനുഷ്യൻ, എന്താണ് നാം, ആരായിരുന്നു നാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അല്ലെങ്കിൽ ആ ഉത്തരത്തിൽ ആധുനിക ശാസ്ത്രത്തിന് നേടാൻ കഴിയുന്ന അറിവുകളിൽ വെച്ചിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറിവുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പുസ്തകത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമോറോ, നാളെയുടെ ചരിത്രം, അതാണ് ഹോമോ ഡ്യൂസ് നമ്മോട് പറയുന്നത്. ഇതിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2025 ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള യുവാൽ ഹെറാരി തന്നെ, അദ്ദേഹം മനസ്സിൽ കണ്ട ഭാവി എത്രയോ അതിവേഗത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 100 വർഷത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ 10 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 20 വർഷം കൊണ്ടോ സംഭവിക്കാവുന്ന കാര്യങ്ങളായി മാറിയതും, അതിൻ്റെ ഘടന തന്നെ ഈ പുസ്തകം എഴുതിയ സമയത്ത് നിർമ്മിത ബുദ്ധി ലോകത്തുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് അതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ പുസ്തകം ഒരേ സമയം പ്രസക്തവും അപ്രസക്തവുമാണ്. ഹോമോ ഡ്യൂസ്. മനുഷ്യനെക്കുറിച്ച് നമുക്കറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Let's see if we can zoom it. Okay. ഏകദേശം മില്യൺസ് ഓഫ് വർഷങ്ങൾ, 10,000-കണക്കിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരിൽ നിന്ന് ബുദ്ധിയുള്ള മനുഷ്യർ, ഹോമോ സാപ്പിയൻസ്, ഏകദേശം 1 ലക്ഷത്തോളം 2 ലക്ഷത്തോളം വർഷങ്ങളായിട്ട് മാത്രമേ ഫോസിൽ പഠനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. നമ്മുടെ ഏറ്റവും അടുത്തിടക്കുന്ന നിയാണ്ടർത്താലുകൾ, ഹോമോ നിയാണ്ടർത്താലൻസിസ്, ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഏതായാലും 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ സാപ്പിയൻസ് വാസ് ദ ഓൺലി ഹ്യൂമൻസ് സ്പീഷീസ് ലെഫ്റ്റ്. ദ ഡിബേറ്റ് കണ്ടിന്യൂസ്. ഡിബേറ്റ്, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ
ഹോമോസാപ്പിയൻസ് അല്ലാത്ത മറ്റൊരു മനുഷ്യവർഗം ജീവിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യരെ മനുഷ്യരാക്കുന്നത് ഭാഷയാണ്. ഈ ഭാഷ 70,000 വർഷങ്ങൾക്കും 30,000 വർഷങ്ങൾക്കും ഇടയിൽ ഭാഷ എന്നുള്ള ഒരു കഴിവ് മനുഷ്യർ ആർജിക്കുന്ന സമയത്ത് അതിന് ശേഷം ആണ് പെജോ നമ്മൾ ഒരു പേര് വിളിച്ച് ആ പേരിനെ ഒരു സ്ഥാപനമാക്കി സങ്കല്പിക്കാൻ നമ്മൾ പഠിച്ചു. പെജോ എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ ഫിക്ഷൻ, ഒരു കഥയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ കഥ പറയുന്നതിന് മുമ്പ് ഭാഷയുണ്ട്, പക്ഷേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കുറവായിട്ടുള്ള സമയത്ത് മനുഷ്യർ ജീവിച്ചിരുന്നത് ഹണ്ടർ ഗ്യാദറർ എന്നുള്ള ഒരു ജീവിതശൈലിയായിരുന്നു. മലയാളം ഞാൻ മറന്നു. വേട്ടക്കാരും കൃഷിക്കാരും. എനിവേ, we can see the advantages and challenges. ഒരു കാര്യം പറയാം, ഈ ടൈമിലാണ് മനുഷ്യർ ഏറ്റവും നല്ല ജീവിതം ജീവിച്ചിട്ടുള്ളത്. മനുഷ്യരായിട്ട് ജീവിച്ച സമയം. പരിസരങ്ങളെക്കുറിച്ചിട്ടുള്ള ഗ്രാഹ്യമായിട്ടുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. ഏതൊക്കെ ചെടികൾ എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും പിന്നെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് ഡീപ്പ് നോളേജ് ഉണ്ടായിരുന്നു. പക്ഷേ ആസ് യു കൻ ഇമാജിൻ, ഇറ്റ്സ് റിയലി ഹാർഡ് ടു ലീവ് ഇൻ ദ ജംഗിൾ. വലിയ ജീവികളെല്ലാം മനുഷ്യരാൽ ഇല്ലാതാക്കപ്പെട്ടു. ആദിമകാല മനുഷ്യരുടെ മതങ്ങളിൽ മറ്റുള്ള ജീവികളുടെയും മറ്റുള്ള ചെടികളുടെയും ആത്മാവ്, അവയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശ്വാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓ മൈ ഗോഡ്, ഇത് റെഡിയായെന്നാണ് പറയുന്നത്. ബട്ട് ഓക്കെ, ഓക്കെ. ഈ പുസ്തകത്തിൻ്റെ ഈ സമ്മറിയുടെ പൂർണ്ണരൂപം ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. വീണ്ടും വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓക്കെ, ഇറ്റ്സ് ഷോൺ ഹിയർ, ദിസ് ഈസ് ദ ലിങ്ക് ഇഫ് യു വാണ read it. And the Homo Deus. ഒരു പുസ്തകം വായിക്കാത്ത സമയമെടുക്കും, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം. പക്ഷേ വേണമെങ്കിൽ ഒരു മണിക്കൂർ, ഒരു 10 മിനിറ്റ് കൊണ്ട്, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെ ഒരു വായന എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡെമോ കൂടി ആവട്ടെ ഈ വീഡിയോ. ഭാവിയെ പ്രവചിക്കാൻ ശ്രമിക്കണം നമ്മൾ. ഓക്കെ, 21ാം നൂറ്റാണ്ടിൻ്റെ ഭാവിയുടെ 3 പ്രശ്നങ്ങൾ. ഒന്ന്,
മനുഷ്യർക്ക് മരിക്കാൻ താല്പര്യമില്ല. 2, ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം ആണെന്ന് മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നു. Divinity, upgrading humans into god-like beings with enhanced capabilities. മനുഷ്യൻ്റെ തലച്ചോറ് മാത്രം ശേഷിക്കുന്ന god-like beings ആവാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നു. ആൾറെഡി മനുഷ്യർ ഹ്യൂമോ സാപ്പിയൻസ് കോൺകേഴ്സ് ദ വേൾഡ്. ദാരിദ്ര്യത്തെയും രോഗങ്ങളെയും ഒരുപക്ഷെ യുദ്ധങ്ങളെയും മനുഷ്യർ തോൽപ്പിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ള മനുഷ്യരായിട്ടുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യർ ലോകത്തിന് നൽകുന്ന അർത്ഥം തീയിസം, ഹ്യൂമനിസം, ഡാറ്റയിസം, something new. Emerging belief system of the 21st century. It views the universe as data flows and holds that an entity's value is determined by its contribution to data processing. Okay, something mind-blowing. Everything is a data. Everything. So, what does it produce in total? Make something, okay. Self and the consciousness. Consciousness is the biggest question. Consciousness is the biggest question of 21st century, according to me. After the AI, he in this book is completely missing that point. The free will. ശാസ്ത്രജ്ഞരിൽ ഒരുപാട് പേർ സ്വതന്ത്ര ചിന്ത, സ്വയേച്ഛ ഒരു മിഥ്യയാണെന്നും മായയാണെന്നും ഉള്ള ചിന്തയിലേക്കും തീരുമാനത്തിലേക്കും വരികയുണ്ടായി. അതിൻ്റെ അർത്ഥം ആൽഗോരിതം, ബയോളജിക്കൽ ആൽഗോരിതം, എങ്ങനെയാണ് DNA ഒരു ബോധം ഉണ്ടാക്കുന്നത്. നൈസ്. ഞാനും ഈ പുസ്തകം വായിച്ചിട്ടില്ല. ഈ പുസ്തകം ഈ ഡോക്യുമെൻ്റ് ഹോമോസാപ്പിയൻസ് പോലെ ഒരു വിശദമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. there is something missing. No, not missing. We have to wait, I suppose. Homo sapiens loses control. And he lost his control. That's weird. Okay. എപ്പോഴാണ് താങ്കൾക്ക് കൺട്രോൾ? പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ നിങ്ങൾക്ക് നൽകിയ വാക്ക് ഞാൻ തെറ്റിച്ചു കഴിഞ്ഞു. ഒരുപാട് നേരമായിട്ട് ആംഗലേയ പദങ്ങൾ എൻ്റെ സംസാരത്തെ കളങ്കമാക്കിയിരിക്കുന്നതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. ഏതായാലും ഒരു സിംഗിൾ ക്ലിക്കിൽ എങ്ങനെയാണ് ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു HTML വെബ് പേജാണ്. സാപ്പിയൻസിൻ്റെതാവട്ടെ ഒരു പബ്ലിഷ്ഡ് വെബ് പേജായിരുന്നു. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പബ്ലിഷ്ഡ് വെബ് പേജിൽ ഡാറ്റാബേസ്, ഫയൽ എക്സ്പ്ലോറർ തുടങ്ങിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ക്ലൗഡ് സെർവർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ജെൻസ്പാർക്കിൻ്റെ തന്നെ URL ഉപയോഗിച്ചിട്ടോ പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നതാണ്. HTML പേജ് ആവട്ടെ നമുക്ക് നമ്മുടെ സ്വയം ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഒരു PDF ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. Okay, now I think it's working completely, everything. Still something missing. Okay, if there is anything missing, it's
really easy to fix it. They will double check and edit in real time. That's it for today. Bye bye.